ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിൽ 41 ശ്ലോകങ്ങൾ ശ്രദ്ധിച്ചു. തുടർന്ന് 42ാമത്തെ ശ്ലോകം. വ്യവസായോ വ്യവസ്ഥാനഃ സംസ്ഥാനഃ സ്ഥാനദോ ധ്രുവഃ പരർദ്ധി പരമസ്പഷ്ടഃ തുഷ്ടഃ പുഷ്ടഃ ശുഭേക്ഷണഃ. വ്യവസായോ വ്യവസ്ഥാന സംസ്ഥാനഃ സ്ഥാനദോ ധ്രുവഃ പരർദ്ധി പരമസ്പഷ്ട തുഷ്ട പുഷ്ട ശുഭേക്ഷണഃ. ഈ ഒരു ശ്ലോകത്തിൽ വ്യവസായഃ, വ്യവസ്ഥാനഃ, സംസ്ഥാനഃ, സ്ഥാനദഃ, ധ്രുവഃ, പരർദ്ധി, പരമസ്പഷ്ടഃ, തുഷ്ടഃ, പുഷ്ടഃ, ശുഭേക്ഷണഃ. ഇങ്ങനെ 10 പേരുകളാണ് ഉള്ളത്. വ്യവസായഃ, വ്യവസായം എന്ന് പറഞ്ഞാൽ വ്യവസായഃ ഏകാഗ്രതമമായ ഛിന്ന ഭിന്നമായി പോകാത്ത ഒറ്റ ധാരയിൽ നിലകൊള്ളുന്നതിനാണ് വ്യവസായ ശബ്ദം പറയുക. വ്യവസായാത്മിക ബുദ്ധി ഏകേഹ കുരുനന്ദന എന്ന് ഗീതയിൽ ഭഗവാൻ പറയുന്നത് ശ്രദ്ധേയമാണ്. അല്ലേ അർജുന? വ്യവസായാത്മികയായ ബുദ്ധി ഏകാ, ഒന്നാണ് എന്ന്. ഛിന്ന ഭിന്നമായി പോകാതെ ഒന്നിൽ മാത്രം ഉറച്ച ബുദ്ധിയാണ് വ്യവസായ ബുദ്ധി. ഇവിടെ ഭഗവാൻ ഭാഷ്യകാരൻ അർത്ഥം പറഞ്ഞു തരും. സംവിൻ മാത്ര സ്വരൂപത്വാത് വ്യവസായ. സംവിൻ മാത്ര സ്വരൂപം എന്ന് വെച്ചാൽ അറിവിൻ്റെ ഏകസ്വരൂപം, മറ്റ് പലതിലേക്ക് ഛിന്ന ഭിന്നമായി പോവുകയല്ല. ഏകമായ അറിവ്, ആ ഏകമായ അറിവ് സ്വരൂപമായതുകൊണ്ട് ഈശ്വരൻ വ്യവസായനാണ്. ബാഹ്യമായി എന്തെന്ത് വ്യവഹാരങ്ങൾ നടക്കുമ്പോഴും, ബാഹ്യമായി ഏതെല്ലാം നിലയിൽ അഭിനയിക്കുമ്പോഴും സ്വരൂപതയാ തൻ്റെ ഏകരൂപത്തിൽ നിലകൊള്ളുന്നവനാണ് വ്യവസായഃ. തുടർന്ന് വ്യവസ്ഥാനഃ, എന്തിലാണോ എല്ലാം വിശേഷേണ അവസ്ഥാനം ചെയ്യുന്നത്. അവസ്ഥാനം ചെയ്യാന്ന് പറഞ്ഞാൽ നിലകൊള്ളുക. സ്ഥാവര ജംഗമാത്മകമായ സമ്പൂർണ്ണ പ്രപഞ്ചവും അതിൻ്റെ വിശേഷതകളോടുകൂടി എന്തിൽ നിലകൊള്ളുന്നുവോ, അഗ്നിയുടെ ഭാവത്തോടും ജലം ജലത്തിൻ്റെ ഭാവത്തോടും വായു വായുവിൻ്റെ ഭാവത്തോടും കൂടി ഇവിടെ നിലകൊള്ളുകയാണ്. ഇതുപോലെ എല്ലാ ഭൂതങ്ങളും, എല്ലാ ഭൗതിക വസ്തുക്കളും, എല്ലാ ജീവരാശിയും
പാറ്റയും തവളയും പാമ്പും കീരിയും എന്ന് വേണ്ട മയിലും വ്യത്യസ്ത സ്വഭാവങ്ങളോടുകൂടിയ വ്യത്യസ്ത വിശേഷങ്ങളോടുകൂടിയ എല്ലാം അവയുടെ വിശേഷഭാവങ്ങളെ നിലനിർത്തിക്കൊണ്ട് തന്നെ എവിടെയാണോ അവസ്ഥാനം ചെയ്യുന്നത് ആ സർവാധിഷ്ഠാനമായ ഈശ്വരനാണ് വ്യവസ്ഥാനഃ. ഭാഷ്യകാരൻ പറയുന്നു, യസ്മിൻ വ്യവസ്ഥിതി സർവസ്യ, എല്ലാത്തിൻ്റെയും വ്യവസ്ഥിതി എവിടെയാണോ അവനാണ് വ്യവസ്ഥാനൻ. ഒന്നുകൂടി വിസ്തരിച്ചിട്ട് ഭാഷ്യകാരൻ പറയുന്നത് വളരെ ശ്രദ്ധേയമാണ്. ലോകപാലാദ്യധികാര ജരായുജ അണ്ടജ ഉദ്ഭിജ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര അവാന്തരവർണ്ണ ബ്രഹ്മചാരി ഗൃഹസ്ഥ വാനപ്രസ്ഥ സന്യാസ ലക്ഷണ ആശ്രമ തദ്ധർമാദികാൻ വിഭജ്യ കരോതീതി വ്യവസ്ഥാനഃ. എന്ന് വെച്ചാൽ അർത്ഥം, ലോകപാലന്മാർ, പ്രജാപതിമാർ, ബ്രഹ്മാവ് ഇന്ദ്രൻ തുടങ്ങിയിട്ടുള്ള ലോകപാലന്മാർ അവിടെ നിന്നിങ്ങോട്ട് തുടങ്ങി ക്രമമായി ജരായുജങ്ങൾ എന്ന് പറയുമ്പോൾ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ജീവജാലങ്ങൾ, അണ്ടജങ്ങൾ എന്ന് പറയുമ്പോൾ മുട്ട പൊട്ടി പുറത്തേക്ക് വരുന്ന ജീവജാലങ്ങൾ, ഉദ്ഭിജങ്ങൾ എന്ന് പറഞ്ഞാൽ ഭൂമി പിളർന്ന് വരുന്നവ. ഇങ്ങനെ 3 പ്രകാരത്തിലാണല്ലോ എല്ലാ ജീവികളും. ഭൂമി പിളർന്ന് വരുന്ന ജീവികൾ സസ്യങ്ങളാണ്, എല്ലാ സസ്യങ്ങളും ഉദ്ഭിജങ്ങളാണ്. പിന്നെ അണ്ടം പിളർന്ന് വരുന്നത്, മുട്ട പൊട്ടി പുറത്തേക്ക് വരുന്നത്, പിന്നെ ഗർഭപാത്രത്തിൽ നിന്ന് പുറമേക്ക് വരുന്നത്, ഇങ്ങനെയുള്ള ജന്തുക്കൾ. അതിൽ തന്നെ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര വർണ്ണങ്ങൾ, ബ്രഹ്മചാരി ഗൃഹസ്ഥ വാനപ്രസ്ഥ സന്യാസ ആശ്രമങ്ങൾ, ഇതിനെ എല്ലാത്തിനെയും അതതിൻ്റെ ധർമ്മങ്ങളിൽ നിലനിർത്തി എല്ലാത്തിനും അവസ്ഥാനം നൽകുന്നവൻ ആരോ അവൻ വ്യവസ്ഥാനഃ. വ്യവസ്ഥാനൻ നിശ്ചയമായും സംസ്ഥാനനുമാണ്. സമ്യക് എല്ലാത്തിനും സ്ഥാനമായവൻ, സമ്യക്കായി നല്ല പോലെ എല്ലാ ജീവരാശിക്കും സ്ഥാനമായവൻ ആരോ അവൻ സംസ്ഥാനഃ. അഥവാ പല ഭാവങ്ങളിൽ നിലകൊള്ളുന്ന എല്ലാ ജീവരാശിയും പ്രളയത്തിൽ, മഹാപ്രളയത്തിൽ സമ്യക്കായി എവിടെ സ്ഥാനം ചെയ്യുന്നുവോ ഒരു ഭേദവുമില്ലാതെ, ഭേദങ്ങളെല്ലാം പോയി, ഭേദങ്ങളെല്ലാം സ്ഥൂലഭാവത്തിലും സൂക്ഷ്മഭാവത്തിലുമാണ്. കാരണഭാവത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഒരു ഭേദവും ഇല്ല. അങ്ങനെ ഭേദങ്ങളെല്ലാം അസ്തമിച്ച് കാരണഭാവത്തിൽ പ്രളയത്തിൽ എവിടെ സമ്യക്കായി സ്ഥാനം ചെയ്യുന്നുവോ അത് സംസ്ഥാനഃ. അല്ലെങ്കിൽ സമ്യക്കായി എല്ലാത്തിനെയും സ്ഥാപിക്കുന്നവൻ, സമ്യക്കായി വേണ്ടതുപോലെ എല്ലാവർക്കും സ്ഥാനം നൽകുന്നവൻ, സൂര്യന് സൂര്യൻ്റെ സ്ഥാനവും ചന്ദ്രന് ചന്ദ്രൻ്റെ സ്ഥാനവും എനിക്ക് എൻ്റെ സ്ഥാനവും നിനക്ക് നിൻ്റെ സ്ഥാനവും എന്ന് വേണ്ട ഈ പ്രപഞ്ചത്തിൽ എല്ലാത്തിനും സ്ഥാനം നൽകിയിരിക്കുന്നവൻ സംസ്ഥാനഃ. വേദം തന്നെ സൂര്യാചന്ദ്രമസൗ ധാത യഥാ പൂർവമകൽപ്പയത് എന്ന് പറയുന്നുണ്ട്. സൂര്യനെയും ചന്ദ്രനെയും ഈശ്വരൻ മുൻകൽപ്പത്തിലുള്ളതുപോലെ നിലനിർത്തിയെന്ന്. അപ്പോൾ ഓരോന്നിനും അതതിൻ്റെ സ്ഥാനം നൽകുന്നവൻ സംസ്ഥാനഃ. അതുമല്ലെങ്കിൽ സമീചീനം സ്ഥാനമസ്യ ഇതി, നല്ല സ്ഥാനത്തോടു കൂടിയവൻ, ഹൃദയാകാശമാകുന്ന സ്ഥാനത്തോടു കൂടിയവൻ, സർവജീവരാശിയിലും ആത്മത്വേന ഹൃദയാകാശത്തിൽ നിവസിക്കുന്നവൻ സംസ്ഥാനഃ.
തുടർന്ന് സ്ഥാനദഹ എന്ന് പറയുന്നു, സ്ഥാനം നൽകുന്നവൻ. സ്ഥാനം നൽകുന്നവൻ എന്ന് പറഞ്ഞ അർത്ഥം എല്ലാ ജീവരാശിക്കും അവരവരുടെ കർമ്മത്തിനനുരൂപമായി സ്ഥാനം നൽകുന്നവൻ. ആർക്കും സ്ഥാനം ലഭിക്കാത്തതില്ലിവിടെ. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥാനമല്ല നമുക്ക് ലഭിക്കുക. നമ്മൾ കർമ്മത്തിലൂടെ എന്ത് നേടാൻ യോഗ്യത നേടുന്നുണ്ടോ ആ സ്ഥാനമാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ കർമാനുരൂപം സ്ഥാനം കൊടുക്കുന്നവനാരോ അവൻ സ്ഥാനദഹ. ഭാഷ്യകാരൻ പറയുകയാണ്, ധ്രുവാദീനാം കർമാനുരൂപം സ്ഥാനം ദദാതി. ധ്രുവൻ തുടങ്ങിയവർക്ക് മുതൽക്ക് ഇങ്ങോട്ട്. അപ്പം ധ്രുവ നക്ഷത്രസ്ഥാനം കൊടുത്തിരിക്കുക. അവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്കെല്ലാവർക്കും യഥാസ്ഥാനം നൽകുന്നവൻ സ്ഥാനദഹ. തുടർന്ന് ധ്രുവൻ നിത്യൻ, ഒരിക്കലും നശിക്കാത്ത സ്വരൂപത്തോടു കൂടിയവൻ. അക്ഷരഃ വിക്ഷരഃ എന്നൊക്കെ പറഞ്ഞു. മരണമില്ലാത്തവൻ, നാശമില്ലാത്തവൻ. ഇപ്പോൾ ഉദ്ഭവമുള്ളതിനൊക്കെ നാശമുണ്ട്, ജനനമുള്ളതിനൊക്കെ മരണമുണ്ട്. ഉദ്ഭവനാശങ്ങൾ ജനനമരണങ്ങളില്ലാത്ത കേവല സത്യസ്വരൂപമാർന്നവൻ, നിത്യൻ, ധ്രുവൻ. മനസ്സിലാക്കുക. പരർദ്ധി, പരമായ ഋദ്ധിയോടുകൂടിയവൻ. ഋദ്ധി ഐശ്വര്യം, വിഭൂതി. പരമായ സർവോത്കൃഷ്ടമായ എല്ലാത്തിനും ഉപരിയുള്ള ഋദ്ധിയോട്, ഐശ്വര്യത്തോട്, വിഭൂതിയോട് കൂടിയവൻ. ഈ പ്രപഞ്ചം മുഴുവൻ അവിടുത്തെ വിഭൂതിയാണ്. ഈ പ്രപഞ്ചം മുഴുവൻ അവിടുത്തെ വിഭൂതിയാണ്. ഈ കാണാകുന്നതെല്ലാം ഒരു ചെറിയ അംശം മാത്രം. അതിനെയെല്ലാം അതിക്രമിച്ച് നിൽക്കുന്നതാണ് ആ വിഭൂതി. നാന്തോസ്തി മമ ദിവ്യാനാം വിഭൂതീനാം പരന്തപ. ഹേ അർജുന, എൻ്റെ വിഭൂതിയുടെ വിസ്തരണത്തിന് അറ്റമില്ല. അങ്ങനെ അറ്റമില്ലാത്ത വിഭൂതിയോട് കൂടിയവനാണ് പരർദ്ധി. തുടർന്ന് പരമസ്പഷ്ടഃ. പരമസ്പഷ്ടഃ, പരമമായി സംശയരഹിതമായി സ്പഷ്ടതമനായിട്ടുള്ളവൻ എന്ന് വെച്ചാൽ അർത്ഥം എല്ലാ രൂപഭാവങ്ങളിലൂടെയും പ്രകാശിക്കുന്നവൻ. എന്തെന്ത് സ്പഷ്ടമായി നമ്മൾ കാണുന്നുണ്ടോ, അറിയുന്നുണ്ടോ, അതെല്ലാം ഭഗവാന്റെ വിഭൂതി ചമൽക്കാരം മാത്രം. അപ്പം പരമമായി സ്പഷ്ടതയാർന്ന് നിലകൊള്ളുന്നവൻ. അഥവാ പരമസ്പഷ്ട, പരമമായി സ്പഷ്ടമായി പറയപ്പെടുന്നത് വേദമാണ്. വേദസ്വരൂപമായവൻ, ഓങ്കാരസ്വരൂപമായവൻ, പ്രണവസ്വരൂപമായവൻ എന്നൊക്കെ പറയാം. ഭഗവാൻ ഭാഷ്യകാരൻ പറയുന്ന അർത്ഥം പരാ മാ ശോഭ അസ്യ ഇതി പരമഃ സർവോത്കൃഷ്ടഃ വ അനന്യാധീനസിദ്ധത്വാത് സംവിദാത്മതയാ സ്പഷ്ടഃ പരമസ്പഷ്ടഃ. പരമനും സ്പഷ്ടനുമാരോ അവൻ പരമസ്പഷ്ടൻ. പരമനും സ്പഷ്ടനും ആരോ അവൻ പരമസ്പഷ്ടൻ. അവിടെ പരമൻ എന്നുള്ളതിന് അർത്ഥം പറയുകയാണ് പരാമാ ശോഭ അസ്യ ഇതി, പരമമായ ശോഭയോടുകൂടിയവൻ. മാ എന്നുള്ളതിന് അവിടെ ശോഭ എന്ന അർത്ഥമെടുത്തു. മാ എന്നുള്ളതിന് ലക്ഷ്മി, അമ്മ, മായ, ശോഭ, അനേകം അർത്ഥങ്ങൾ പറയാം മാ ശബ്ദത്തിന്. അപ്പോൾ പരമമായ മായോടുകൂടിയവൻ പരമൻ. പരമനും സ്പഷ്ടനും ആരോ അവൻ പരമസ്പഷ്ടൻ.
അല്ലെങ്കിൽ പരമ എന്നുള്ളതിന് സർവോത്കൃഷ്ടം, നേരത്തെ പറഞ്ഞു, സർവോത്കൃഷ്ടമായ എന്നർത്ഥം. അപ്രകാരമുള്ള സ്പഷ്ടതയോടൊത്തവൻ സംവിദാത്മതയാ സ്പഷ്ട, സംവിത് സ്വരൂപമായതുകൊണ്ട്, അറിവിൻ്റെ സ്വരൂപമായതുകൊണ്ട്, ജ്ഞാനസ്വരൂപമായതുകൊണ്ട് സ്പഷ്ടനാണ്. അങ്ങനെ പരമനും സ്പഷ്ടനുമാരോ അവൻ പരമസ്പഷ്ടൻ. തുടർന്ന് തുഷ്ട എന്ന് പറയുന്നു. തുഷ്ടൻ, സദാ തുഷ്ടിയിൽ വസിക്കുന്നവൻ, സദാ സന്തുഷ്ടൻ, എപ്പോഴും തൻ്റെ ആനന്ദസ്വരൂപത്തിൽ കഴിയുന്നവൻ. തുഷ്ട, ഒരിക്കലും പരാതികളോ പരിഭവങ്ങളോ ഇല്ല, ഒരിക്കലും ന്യൂനതയെക്കുറിച്ചുള്ള ചിന്തയില്ല, തൻ്റെ ആനന്ദസ്വരൂപത്തിൽ സദാ കഴിയുന്നവൻ. അതാണ് പരമാനന്ദൈക രൂപത്വാത് തുഷ്ട, പരമാനന്ദ രൂപമായതുകൊണ്ട് തുഷ്ട. ശാസ്ത്രങ്ങളിൽ, ശ്രുതി സ്മൃതി വിഭാഗങ്ങളിൽ ആനന്ദമാണ് പരമാത്മാവെന്ന് ആവർത്തിച്ച് പറയും. ആ ആനന്ദ സ്വരൂപമാർന്നവനാരോ അവൻ തുഷ്ടൻ. എങ്കിൽ പുഷ്ട, പൂർണ്ണരൂപത്വാത് പുഷ്ട, പൂർണ്ണരൂപമായതുകൊണ്ട് പുഷ്ട. അഥവാ സർവത്ര സമ്പൂർണത്വാത്, എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് പുഷ്ടൻ. എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നു. ഈശ്വര ഭാവമില്ലാത്തിടമില്ല, ഈശ്വരൻ അല്ലാത്തൊന്നില്ല. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ദൈവീ സമ്പത്തിനെയും ആസുരീ സമ്പത്തിനെയും മനസ്സിലാക്കും. ദൈവമുണ്ടെങ്കിൽ അസുരനുമുണ്ട്. എന്നാൽ ഈശ്വര ഭിന്നമായിട്ടൊന്നില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നല്ലതെന്നോ ചീത്തയെന്നോ, ശിഷ്ടമെന്നോ ദുഷ്ടമെന്നോ ഉള്ള വ്യത്യാസം അവിടെയില്ല. അതാണ് പരമമായ ആ ഏകത്വ ദർശനം. അല്ലാതെ ദൈവം ഒന്നാണെന്നുള്ളതല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു ദൈവവും ദൈവത്തിന് വിപരീതമായ ശക്തിയും ഉണ്ടെന്ന് അംഗീകരിച്ചാൽ അത് ദ്വൈതമാണ്. ഇവിടെ ദേവതകൾ പലതുണ്ട്, ആ തലത്തിൽ ആസുരിക ശക്തികളും പലതുണ്ട്. എന്നാൽ ഈശ്വരൻ ഏകനാണ്, അദ്വിതീയനാണ്. ഒരാൾ വന്നിട്ട് ചെകുത്താൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ സന്തോഷം. ആ ചെകുത്താൻ്റെ ഉണ്ട് എന്നുള്ള ഭാവം ഈശ്വരത്വമാണ്, ഈശ്വര ഭിന്നമല്ല. ഉണ്മയാണ് ഈശ്വരൻ. അതുകൊണ്ട് സമ്പൂർണത്വാത്, സമ്പൂർണമാണെന്നുള്ളത് കൊണ്ട് പുഷ്ട. ശുഭേക്ഷണ, ശുഭമായ ഈക്ഷണത്തോട് നോട്ടത്തോടു കൂടിയവൻ, മനോഹരങ്ങളായ കണ്ണുകളോട് കൂടിയവൻ എന്നൊരർത്ഥം പറയാം. ശുഭമായ ശോഭനമായ ഈക്ഷണത്തോട്, കണ്ണിനോട് കൂടിയവൻ, മനോഹരങ്ങളായ കണ്ണുകളോട് കൂടിയവൻ. അല്ലെങ്കിൽ ശുഭകരമായ നോട്ടത്തോടു കൂടിയവൻ, മുമുക്ഷുക്കൾക്ക് മോക്ഷം നൽകുന്ന, അതുപോലെ ഭോഗേച്ഛുക്കൾക്ക് ഭോഗം നൽകുന്ന, മോക്ഷേച്ഛുക്കൾക്ക് മോക്ഷവും ഭോഗേച്ഛുക്കൾക്ക് ഭോഗവും നൽകുന്ന നോട്ടം ആരുടേതാണോ അത്തരം ശുഭമായ ഈക്ഷണത്തോടു കൂടിയവനാണ് ശുഭേക്ഷണൻ. ഇവിടെ ഭഗവാൻ ഭാഷ്യകാരൻ പറയുന്ന അർത്ഥം ശ്രദ്ധേയമാണ്. ഈക്ഷണം ദർശനം യസ്യ ശുഭം, ശുഭകരം, ആരുടെ നോട്ടം ശുഭകരമാണോ അതെങ്ങനെയാണ്? മുമുക്ഷൂണാം മോക്ഷദം, മുമുക്ഷുക്കൾക്ക് മോക്ഷദമായത്, ഭോഗാർത്ഥിനാം ഭോഗദം, ഭോഗാർത്ഥികൾക്ക് ഭോഗദമായത്, സർവസന്ദേഹവിച്ഛേദ കാരണം, ജിജ്ഞാസുക്കൾക്ക് എല്ലാ സംശയങ്ങളെയും നീക്കുന്നത്, പാപിനാം പാവനം, പാപികൾക്ക് പരിശുദ്ധമാക്കുന്നത്. അല്ലാതെ പാപികൾക്ക് നരകം കൊടുക്കുന്നതല്ല,
പാപികളെ പരിശുദ്ധമാക്കുന്നത്. ഹൃദയഗ്രന്ഥേ വിച്ഛേദകരം, ഹൃദയത്തിൻ്റെ എല്ലാ കെട്ടുപാടുകളെയും ഛേദിക്കുന്ന. സർവകർമ്മണാം ക്ഷപണം, എല്ലാ കർമ്മബന്ധങ്ങളെയും ഇല്ലാതാക്കുന്ന. അവിദ്യായാശ്ച നിവർത്തകം, അവിദ്യയെ നിവർത്തിപ്പിക്കുന്ന. ഇങ്ങനെയെല്ലാമുള്ള നോട്ടം ആരുടേതാണോ അവനാണ് ശുഭേക്ഷണഃ. ഇവിടെ ഭാഷ്യകാരൻ ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയാഃ ക്ഷീയന്തേ ചാസ്യ കർമാണി തസ്മിൻ ദൃഷ്ടേ പരാവരേ എന്നുള്ള മന്ത്രം സമുദ്ധരിക്കുകയാണ്. ആരുടെ ദർശനത്തിൽ സകല ഹൃദയത്തിൻ്റെ കെട്ടുപാടുകളും പൊട്ടിപ്പോകുന്നു, സർവസംശയങ്ങളും ഛേദിക്കപ്പെടുന്നുവോ, സർവകർമ്മങ്ങളും ക്ഷയിപ്പിക്കപ്പെടുന്നുവോ അവനാണ് ശുഭേക്ഷണഃ. ഇങ്ങനെ ഈയൊരു ഒരു ശ്ലോകത്തിൽ വ്യവസായഃ, വ്യവസ്ഥാനഃ, സംസ്ഥാനഃ, സ്ഥാനദഃ, ധ്രുവഃ, പരർദ്ധിഃ, പരമസ്പഷ്ടഃ, തുഷ്ടഃ, പുഷ്ടഃ, ശുഭേക്ഷണഃ, ഇത്രയും പേരുകളാണുള്ളത്. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം.